മുഖം മറയ്ക്കുന്ന വസ്ത്രവുമായി അധ്യാപകരും വിദ്യാർത്ഥികളും കോളേജിൽ വരരുത് എന്നാണ് ഈ സർക്കുലർ നിർദ്ദേശിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗബൂറാണ് സർക്കുലർ പുറത്തിറക്കിയത്. തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കണമെന്നും വസ്ത്രധാരണം വേണ്ടെന്നും സർക്കുലറിൽ പറയുന്നു. ഇതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. ഇവിടെ മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. അത് മതപരമായ സംഘടനയല്ല. മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് സമസ്തയുള്ള ജമീയത്തുൽ ഉലമയാണ്. അത് ഞങ്ങൾ പറഞ്ഞു ചെയ്തല്ലോ. അത് നിരോധിക്കേണ്ടതല്ല എന്നുള്ളത്. MESന്റെ സ്ഥാപനങ്ങളിൽ എന്തു നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ സമസ്തയ്ക്ക് അവകാശമില്ലെന്നായിരുന്നു ഫസൽ ഗബൂറിന്റെ മറുപടി. ആ ഡ്രസ് കോഡിൽ ആകെ പറഞ്ഞിരിക്കുന്നത് സഭ്യമായിട്ടുള്ള ഡ്രസ്സ് ഇടണം, മുഖം മറക്കാൻ പാടില്ല, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇത്ര വലിയ വിവാദമൊന്നുമില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ കാഴ്ചപ്പാടാണ്, അത് ഞങ്ങൾ നടപ്പാക്കും. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമമെന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. എന്ത് എതിർപ്പുകളുണ്ടായാലും തീരുമാനം നടപ്പാക്കുവാനാണ് MES തീരുമാനം. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനത്തിൽ ലങ്കയെ ചോരക്കളമാക്കിയ ഭീകരാക്രമണത്തിന് ശേഷമാണ് നിഖാബ് എന്ന മുഖാവരണം സ്ത്രീകൾ അണിയുന്നത് നിരോധിച്ച ലങ്കൻ സർക്കാരിന്റെ നടപടിയുണ്ടായത്. ലോകമാകെ അനുകൂലിച്ചും എതിർത്തും മുഖാവരണ വിലക്കിൽ പരാമർശങ്ങൾ വന്നപ്പോൾ രാവണന്റെ നാട്ടിൽ നിഷേധിച്ചത് രാമന്റെ നാട്ടിലും നിരോധിക്കണമെന്ന അഭിപ്രായവുമായി ശിവസേനയും വിഷയം ഇന്ത്യയിൽ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. കേരളത്തിൽ ഇന്ന് നിഖാബ് ചർച്ചയാകുന്നത് പക്ഷേ മറ്റൊരു തലത്തിലാണ്. MESന്റെ സ്ഥാപനങ്ങളിൽ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അനുവദിക്കില്ലെന്ന അധ്യക്ഷൻ ഫസൽ ഗഫൂറിന്റെ പരാമർശവും അതിനെതിരെ സമസ്ത സ്വീകരിച്ച നിലപാടും മറ്റൊരു രീതിയിലാണ് ആ ചോദ്യത്തെ മുന്നിൽ നിർത്തുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളിലും അനുവദിക്കുന്ന ഡ്രസ് കോഡുകൾ പിന്തുടരാതെ മതസ്വാതന്ത്ര്യത്തിന് എത്രത്തോളമാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ കൈകടത്താനാകുക? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. മുഖാവരണം വിലക്കിയ MESനെ അനുകൂലിക്കുന്നു എന്ന ചോദ്യമാണ് പ്രൈം ഡിബേറ്റ് ഉന്നയിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ കോഴിക്കോട് നിന്ന്, ഒപ്പം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഭാരവാഹി ശ്രീമതി റുക്സാന ഷംസീറും കോഴിക്കോട് നിന്ന് ചേരുന്നു. കോളമിസ്റ്റ് റസീന MA കൊച്ചിയിൽ നിന്നും, MES ഭാരവാഹി കടവനാട് മുഹമ്മദ് മലപ്പുറത്തു നിന്നും അതിഥിയായി ചേരുന്നു. ഒപ്പം അധ്യാപിക റസീന റാസ് ടെലിഫോൺ ലൈനിലും സമസ്തയുടെ ഭാരവാഹി നാസർ ഫൈസി കൂടത്തായി ടെലിഫോൺ ലൈനിലും ചേരുന്നു. അതിഥികളിലേക്കും ചർച്ചയിലേക്കും ചോദ്യത്തിലേക്കും വരാം. പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം ശ്രീമതി റുക്സാന ബഷീർ, മുഖാവരണം വിലക്കിയ MESന്റെ നടപടിയെ അനുകൂലിക്കുന്നുണ്ടോ? നിഖാബുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കുലർ MES ഇറക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി തെറ്റാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. ഇത് പുനഃപരിശോധിക്കാൻ തീർച്ചയായും MES തയ്യാറാവണം എന്നതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം ഇതൊരു മതവുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടുള്ള, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, ഒരു പൗരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. കാരണം നിഖാബ് എന്നത് അവർ പറയുന്ന കുറേ ന്യായങ്ങൾ, ആ സർക്കുലറിലൂടെ അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ കൂടി മുന്നിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പ്രശ്നമാണ്. അതൊരു പൊതുസമൂഹത്തിൽ അതൊരു പ്രശ്നമായി മാറും. ഇതൊന്നും മതവുമായി ബന്ധപ്പെട്ട്, നമുക്കറിയാം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ഈ ലോകവുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസം എന്ന് പറഞ്ഞാൽ, മതവിശ്വാസിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് വേറൊരു ലോകവും കൂടി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ എന്റെ വിശ്വാസം ഇത് നിഖാബ് ധരിക്കുക എന്നതാണ് എന്ന് ഒരു കുട്ടിയുടെ ബോധ്യത്തിന്, അതൊരു മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി അതിനെ പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരുടെ അവകാശങ്ങളെ ഹനിക്കലാണ്. അത്തരത്തിൽ തന്നെ ഒരു കലാലയം അല്ലെങ്കിൽ ഒരു ഭരണകൂടം, ഒരു സ്ഥാപനം ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ തീർച്ചയായും സാധിക്കുകയില്ല. അത്തരത്തിലുള്ള നിലപാട് അത് പുനഃപരിശോധന നടത്തണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ ഹമീദ് ചേന്ദമംഗലൂർ, നിഖാബ് വിലക്കിയ MESന്റെ നിലപാടിനെ ഞാൻ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുകയാണ് എന്നാണ് ശ്രീമതി റുക്സാന ബഷീർ പറഞ്ഞത്. അതിന് MES ഉയർത്തുന്ന ചില ന്യായങ്ങളെ ചോദ്യം ചെയ്യുന്നു, ഒപ്പം മതത്തെ കൂട്ടുപിടിക്കുന്നു. ഇസ്ലാം മതം വിശ്വാസപ്രകാരം ആ വിലക്കിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇസ്ലാം മതവിശ്വാസവും
ഈ പറയുന്ന മുഖാവരണമിടുന്ന നിക്കാബ് അല്ലെങ്കിൽ ഹിജാബ് അല്ലെങ്കിൽ പർദ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ആധികാരിക രേഖകളിലോ ഒരു സ്ത്രീ മുസ്ലിം ആവാൻ മുഖാവരണം ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഖുർആനിൽ 33-ാം അധ്യായത്തിൽ 53-ാം സൂക്തത്തിലാണ് ഹിജാബിനെ സംബന്ധിക്കുന്ന പരാമർശം വരുന്നത്. ആ പരാമർശമാകട്ടെ മുഹമ്മദ് നബി സൈനബ എന്ന സ്ത്രീയെ വിവാഹം ചെയ്ത് വിവാഹ പാട്ടിയൊരുക്കി അന്ന് ചില ആളുകളൊന്നും വീട്ടിൽ നിന്ന് പിരിഞ്ഞുപോയില്ല. അപ്പോൾ നബി അസ്വസ്ഥനാകുന്നു. 3 പേര് വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ നബിയുടെ അസ്വസ്ഥത കണ്ടിട്ട് നബിയുടെ അനുചരനായ അനസ് ഇബ്നു മലിക് പോയിട്ട് മറ്റവരെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അനസ് നബിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. നബി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിടപ്പറയ്ക്ക് മുന്നിലുള്ള വാതിലിനടുത്താണ്. എന്നുവെച്ചാൽ കല്യാണം കഴിച്ച സൈനബയും അദ്ദേഹവും ഉറങ്ങേണ്ട മുറിയുടെ വാതിലിനടുത്തേക്ക് അനസ് എന്ന പുരുഷൻ വരുമ്പോൾ ആണ് ഈ പറയുന്ന ഹിജാബിനെ സംബന്ധിക്കുന്ന സൂക്തം തന്നെ അവതീർണമാകുന്നത്. ആ സൂക്തത്തിൽ ഒരു ആണിനും ഒരു പെണ്ണിനും ഇടയ്ക്കുള്ള മറയായിട്ടല്ല, നേരെ മറിച്ച് മുഹമ്മദ് നബി എന്ന പുരുഷനും അനസ് എന്ന മറ്റൊരു പുരുഷനും ഇടയിലുള്ള മറയായിട്ടാണ് ഖുർആനിൽ ഈ ഹിജാബ് വരുന്നത്. അതാണും പെണ്ണും കാണണ്ട എന്നല്ല, പെണ്ണിനെ കാണണ്ട എന്നല്ല, നേരെ മറിച്ച് കിടപ്പുമുറി, പ്രവാചകൻ്റെ കിടപ്പുമുറി, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ രാത്രിയിൽ കിടപ്പുമുറിയുടെ ഭാഗത്തേക്ക് ഒരു അന്യപുരുഷൻ നോക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇതിന് മതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മതവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഏത് മതം? പുരുഷ ഇസ്ലാം എന്ന മതവുമായിട്ട് അതിന് ബന്ധമുണ്ട്. പുരുഷാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ആ മൂല്യങ്ങൾക്കനുസൃതമായിട്ട് ഇസ്ലാമിനെ പുരുഷന്മാർ വ്യാഖ്യാനിച്ച മതവുമായിട്ട് അതിന് ബന്ധമുണ്ട്. അവിടെ സ്ത്രീയെ കാണുന്നത് ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ്. പുരുഷന് സ്ത്രീയുടെ മുഖം കണ്ടാൽ പുരുഷന് ലൈംഗികമായിട്ടുള്ള വികാരമുണ്ടാകും. അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള സദാചാരം നിലനിർത്താൻ പർദ്ദ ആവശ്യമാണ്. മുഖാവരണം മുഖം മറച്ചുകൊണ്ടുള്ള പർദ്ദ ആവശ്യമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത് പുരുഷന്മാരായ മതപണ്ഡിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ചില വ്യക്തികളാണ്. അത് മതത്തിൻ്റെ ഭാഗമല്ല. ഇനി ആ വാദം അംഗീകരിക്കുകയാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, ആ വാദം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെന്ന പോലെ മറ്റു പല നാടുകളിലും എല്ലാ മതങ്ങളിലും പുരുഷാധിപത്യപരമായ പ്രത്യയശാസ്ത്രത്തിൻ്റെയും പുരുഷാധിപത്യപരമായ സാമൂഹിക ഘടനകളുടെയും ഇരകൾ മാത്രമല്ല സ്ത്രീകൾ, നേരെ മറിച്ച് അത്തരം പ്രത്യയശാസ്ത്രങ്ങളെയും പുരുഷാധിപത്യപരമായ സാമൂഹിക ഘടനകളെയും പുനരുൽപ്പാദിപ്പിക്കുക കൂടി ചെയ്യുന്നവരാണ് അവർ. തീർച്ചയായും ശ്രീ ഹമീദ് ചേന്നമംഗലൂർ, ഞാൻ തിരികെ വരാം. ആ പോയിന്റ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ തിരികെ വരാം. MES പാരാവി ശ്രീ കടവനാട് മുഹമ്മദ്, MES അധ്യക്ഷൻ പറയുന്നു ഇതെടുക്കുന്ന ഒരു നിലപാട്, ഒരു സ്ഥാപനത്തിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ട്, സഭ്യമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കണം, ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത്. അത് MESന്റെ സ്ഥാപനങ്ങളിൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്, അല്ലാത്തവർക്ക് കോടതിയിൽ പോകാം എന്ന് ഫസൽ ഗഫൂർ പറയുന്നു. മതപരമായ കാര്യങ്ങളിൽ MES ഇടപെടേണ്ട കാര്യമില്ല എന്ന് സമസ്ത പറയുന്നു. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലെ ഡ്രസ് കോഡിന്റെ കാര്യം പറയുമ്പോൾ അത് മതപരമായ വിഷയമാണ്, അതിന് വേറൊരു രാഷ്ട്രീയമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്? ഞങ്ങൾ മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടാൻ പോയിട്ടില്ല. ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ച് പുറകിലോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. MES എന്ന പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് 1965-ലാണ്. ഈ 1965-ൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീകൾ വിദ്യാലയങ്ങളിൽ പോകുന്നത് പോലും ഹറാമായി,
അല്ലെങ്കിൽ നിഷിദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് MES രൂപീകൃതമാകുന്നതും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കാണുന്ന ഇത്രയും വലിയ ഒരു പുരോഗതിക്ക് കാരണമായി മാറുന്നതും ഒക്കെ MESന്റെ പ്രവർത്തനം അതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല. ഇപ്പം ഞാനിപ്പോൾ ഇവർ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി, ഞാനിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, അതായത് ഒരു 1959 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ തലയിൽ മുടി വളർത്തുന്നത്. അതുവരെ തലമുടി വളർത്തുന്നത് പോലും ഹറാമായിട്ട് ഒരു പ്രഖ്യാപിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കൽ ഹറാമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാര്യത്തിൽ നിഷിദ്ധമായിട്ടുള്ളതും അനുവദനീയമായിട്ടുള്ളതും അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇന്ന് ഇവിടെ സമസ്ത ചെയ്യുന്നത് എനിക്ക് വളരെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു ഒരു തോന്നലാണത്. അതായത് ഈ സമുദായത്തെ ഒരു ടേൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണോ എന്ന് പോലും ഇതിൽ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ മതപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല MESൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ, അതിലുള്ള മുസ്ലിം കുട്ടികൾ, ആ കുട്ടികൾ ആശാസ്യമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യണം. അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന വസ്ത്രധാരണമായിരിക്കണം. ഇതാണ് MES പറഞ്ഞിട്ടുള്ളത്. MES തന്നെ പറയുന്നുണ്ടല്ലോ, ജീൻസ് ധരിച്ചിട്ട് പെൺകുട്ടികൾ കോളേജിൽ വരാൻ പാടില്ല, അതുപോലെ ലെഗിൻസ് ധരിച്ചിട്ട് കുട്ടികൾ കോളേജിൽ വരാൻ പാടില്ല. അതുപോലെയുള്ള ഒരു ഇതായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ആശാസ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവർക്ക് മറക്കേണ്ട ഭാഗങ്ങൾ, പിന്നെ ഇസ്ലാം ഏതെല്ലാം ഭാഗങ്ങൾ മറക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടോ അതൊക്കെ മറക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും തന്നെ മതപരമായിട്ട് അവരുടെ അവകാശങ്ങളെ ഒരിക്കലും MES ചോദ്യം ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കുകയുമില്ല. ഞാൻ തിരികെ വരാം. കടവനാട് ശ്രീ മുഹമ്മദ്, കോളമിസ്റ്റ് റസീന MA നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി റസീന, സ്വകാര്യ സ്ഥാപനങ്ങളിൽ വസ്ത്ര നിയന്ത്രണം നടപ്പാക്കാൻ ഒരു സ്ഥാപനത്തിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതി വിധി ഈയിടെ വന്നതാണ്. അതൊരു വശത്ത്. രണ്ടാമത് MES വിശദീകരിക്കുന്നത് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് മതപരമായ ഒരു കാര്യങ്ങളിലല്ല. ഒന്ന്. രണ്ട്, ഇതൊരു മതപരമായ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതം അനുശാസിക്കുന്ന ഒരു വിഷയമല്ല. അങ്ങനെ 3 വാദമാണ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ എന്നാൽ ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം കൊണ്ട് ഈ വിലക്കിനെ എതിർത്തേ മതിയാകൂ എന്ന് ശ്രീമതി റുക്സാന ഷംസീർ പറയുകയും ചെയ്യുന്നു. ആർക്കൊപ്പമാണ് ശ്രീമതി റസീന? എനിക്ക് തോന്നുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഒരു സ്വത്ത് പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ്. അതിനെ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി, അവരുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെടുത്തി അനേകം കാര്യങ്ങളിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴേക്കും അരികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനോട് ചേർത്തല്ല ഈ നിക്കാബ് പ്രശ്നത്തെ കാണേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം നിക്കാബ് അഥവാ മുഖമറ എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ഹിജാബ് എന്ന വസ്ത്രധാരണത്തെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിക്കാബ് എന്ന വസ്ത്രം, അതായത് മുഖമറ, ഒരിക്കലും ഒരു വിശ്വാസപരമായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ്. ഐഡന്റിറ്റി, ഒരു മുഖം എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ്. അതില്ലാതെ എങ്ങനെയാണ് ഒരാൾ സമൂഹത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നത്? അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീക്ക് സമൂഹത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിയുന്ന, മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ കാലത്ത് ഇത്തരത്തിൽ പിന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുഖമില്ലാതാകുന്ന ഒരാൾ എന്ന് വെച്ചാൽ അത് ഒരു വ്യക്തി ഇല്ലാതാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സമൂഹത്തിൽ അയാൾ ഇല്ലാതാവുകയാണ്. ഒരു പേര്, എൻ്റെ പേര് ഇനി പിന്നിലുള്ള എൻ്റെ മുഖമല്ല, പകരം ഒരു മതമൗലികവാദിയായ ഒരു വിഭാഗമായിട്ട് അങ്ങനൊരു ടാഗ് ലൈൻ മാത്രമായിട്ടാണ് ഞാൻ ചുരുക്കപ്പെടുന്നത്. അല്ലാതെ എൻ്റെ വ്യക്തിത്വത്തിന് അതിനൊരു റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ചുരുക്കപ്പെടുന്ന ഒന്ന് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭാവന നൽകാൻ ഒരു മുസ്ലിം സ്ത്രീ, അല്ലെങ്കിൽ മുഖാവരണം ഉപയോഗിക്കുന്ന അത് ഏത് വിശ്വാസവും മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്ത്രീയെ അതൊരിക്കലും പോസിറ്റീവായിട്ട് സഹായിക്കില്ല, ഗുണാത്മകമായിരിക്കില്ല. കാരണം ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ സമൂഹത്തിനും രാജ്യത്തിനും ഗുണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാവുക എന്നതും മതത്തിൽ ഏറ്റവും നന്മയുള്ളൊരു കാര്യമാണ്. കേവലം മതവിശ്വാസങ്ങളിൽ മാത്രം മുഴുകി ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നതിൽ മാത്രം സ്വർഗം കണ്ടെത്തുക എന്നത് വിശ്വാസപരമായി അത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സമൂഹജീവി എന്ന നിലയിൽ ഇസ്ലാം
സ്ത്രീക്കും പുരുഷനും അനേകം സാധ്യതകളും അതിൽ നന്മകളും അതിൽ സ്വർഗ അവകാശത്തിനുള്ള സാധ്യതകളും നൽകുന്നുണ്ട്. അത് സ്ത്രീക്കും പുരുഷനും ഉണ്ട്. അതിൽ നിന്ന് മുഖം മറയ്ക്കപ്പെടുന്നതിലൂടെ ആ സ്ത്രീയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നതിലൂടെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഫേസ് നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ നിലപാടുകൾ നിങ്ങൾ അറിയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത്? അതെൻ്റെ മുഖത്തിലൂടെയല്ലേ. എനിക്ക് ഒരാളെ നോക്കി ചിരിക്കാൻ കഴിയണമെങ്കിൽ, എൻ്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ മുഖം വളരെ പ്രധാനമാണ്. അതില്ലാതിരിക്കുന്നിടത്തോളം എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാനായി നിൽക്കാൻ കഴിയുക? അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് വിശ്വാസവുമായിട്ട് ചേർത്ത് കെട്ടി ആ തലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിധിയുണ്ട് എന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്ത്രീക്ക് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇടപെടേണ്ട, രാഷ്ട്രീയവും ഭൗതികവുമായ ഒരുപാട് ചർച്ചകളിൽ അവർ ഇടപെടേണ്ട ഒരു കാലമാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവരെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം നടപടികൾ ഒരുപക്ഷെ അത് ആശ്വാസിയായിരിക്കില്ല. അതാണ് എൻ്റെ ഒരു നിലപാട്. റൈറ്റ്, തീർച്ചയായും. ശ്രീമതി റുക്സാന ബഷീർ കേൾക്കുന്നുണ്ടെന്ന്, ഷംസീർ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു സാങ്കേതിക തകരാറുകൾ, അവരിലേക്ക് തന്നെയായിരുന്നു എനിക്ക് പോകേണ്ടിരുന്നത്. കേൾക്കാമോ ശ്രീ റുക്സാന ഷംസീർ? കേൾക്കാം. ഓക്കെ, മറ്റുള്ളവർ പറഞ്ഞു കേട്ട് കാണുമല്ലോ. രണ്ട് ചോദ്യമാണ് ഇതിനകത്ത് വരുന്നത്. അത് ആദ്യം എന്നോട് പറഞ്ഞതുപോലെ, ആദ്യം ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായി വിയോജിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ രാഷ്ട്രീയപരമായി വിയോജിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതിലും പ്രധാനമായിട്ട് ഒരു പക്ഷേ ശ്രീ ഹമീദ് ചേന്ദമംഗലൂർ പറഞ്ഞതുപോലെ മതം അതിനെ അനുശാസിക്കുന്നുണ്ടോ, അത് മതമാണോ അനുശാസിച്ചത്, അതോ അതിനുശേഷം മതപൗരോഹിത്യം അനുശാസിച്ചതാണോ എന്നുള്ള രണ്ടാമത്തെ ഒരു ചോദ്യം. അത് അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു ചോദ്യം തന്നെയാണ്. കണ്ണൊഴികെയുള്ള ബാക്കി എല്ലാ ശരീരഭാഗവും മറക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാകാൻ വഴിയുണ്ടോ എന്നൊരു ചോദ്യത്തിന്റെ ഏകദേശ തുകയല്ലേ അദ്ദേഹം പറഞ്ഞത്. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുത്തതായി ചരിത്രം പറയുന്നു. സ്വാഭാവികമായിട്ടും ശരീരം മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രം ധരിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത എത്രത്തോളം കാണും? അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഒരു വശത്ത് നിന്ന് ചോദിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ ശ്രീ റസീന പറഞ്ഞതുപോലെ ആധുനിക സമൂഹത്തിൽ ചില നിയന്ത്രണങ്ങൾ, ചില പരിധികൾ ഇതിനകത്ത് വരുന്നില്ലേ? മുഖാവരണം എന്ന ഒരു ചട്ടത്തിന് നിലനിൽക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവുന്നില്ലേ? വളരെ സിമ്പിളായിട്ട് ഒരു തിരിച്ചറിയൽ രേഖയുണ്ടാകാൻ പോകുമ്പോൾ അപ്പോൾ ഒരു മതവിശ്വാസത്തിനപ്പുറത്തേക്ക് തിരിച്ചറിയൽ രേഖ വേണം, അത് ആവൃതമല്ലാത്ത മുഖമായിരിക്കണം എന്നുള്ള ഒരു മതേതര വിശ്വാസമുണ്ട്. അതിനായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടി വരിക. ഈ രണ്ട് ചോദ്യത്തിലും ഹമീദ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതം, ഇസ്ലാം മതം ഒരു പുരുഷാധിപത്യ മതത്തിന്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് അത്തരത്തിൽ പുരുഷന്മാർ വ്യാഖ്യാനിച്ച ഒന്നാണെന്നോ, കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ തന്നെ കൃത്യമാണ്. നിക്കാബുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ചത്, മറിച്ച് ഹിജാബ്, പർദ, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് അത്തരത്തിൽ പറഞ്ഞതെന്നല്ല. കാരണം GIOനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്, ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ 36ഓളം സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതുമായി, ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞതിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത കൂട്ടരാണ്. ഈ കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനത്തിനെതിരെയും വിധിക്കെതിരെയും കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തവരാണ്. അഥവാ ഇത് അങ്ങനെ പോയാൽ നിക്കാബുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വശത്ത്, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വശത്ത്, വിമർശിക്കപ്പെടുന്ന പർദ ഒരു വശത്ത്, ഇത് ഇസ്ലാമികമായി ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതിന് അപ്പുറത്തുമുണ്ട് ഒരുപാട് ആയത്തുകൾ. നിങ്ങളുടെ മുഖപടങ്ങൾ നിങ്ങളുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് പറയുന്നു. പുരുഷന്മാർ മാത്രമാണ് ഇതിനെ വ്യാഖ്യാനിച്ചതെങ്കിൽ 2000ഓളം ഹദീസുകൾ വ്യാഖ്യാനിച്ച, റിപ്പോർട്ട് ചെയ്ത പ്രവാചക പത്നി ആയിഷ എവിടെ കിടക്കുന്നു, ഉമ്മു സൽമ എവിടെ കിടക്കുന്നു? അപ്പോൾ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും നിരൂപണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണിത്. MESന് വേണമെങ്കിൽ ഇത് ഡിബേറ്റബിൾ ഇഷ്യൂ ആക്കി ബോധവൽക്കരിക്കാം.
മറിച്ച് ഒരാളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിക്കുന്ന, ഒരു മുസ്ലിം സ്ത്രീ സ്വീകരിക്കുന്ന, പെൺകുട്ടി സ്വീകരിക്കുന്ന വസ്ത്രത്തെ ഇത് പാടില്ല എന്ന് പറയുവാൻ MES പോലെയുള്ള ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവകാശമില്ല എന്ന് അത് ഹിജാബുമായി ബന്ധപ്പെട്ടാണെങ്കിലും പർദ്ദയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. രണ്ടാമത്തെ വിഷയം നേരത്തെ സൂചിപ്പിച്ചു, ഒരു സെക്യുലർ സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ ഇതിന് ആയുസ്സുണ്ടോ എന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഹിജാബിനുണ്ടോ ആയുസ്? തലപ്പാവിനുണ്ടോ ആയുസ്? താടിക്കുണ്ടോ ആയുസ്? ഫാഷിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന ഒരു സമയത്ത്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം നാമത്തിന് പോലും, മുസ്ലിം സ്വത്വത്തിനോ മുസ്ലിം ഐഡന്റിറ്റിക്കോ ഈ ഇന്ത്യയിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണകൂടം ഇപ്പുറത്തുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ നിലപാടെടുത്താൽ ഏതറ്റം വരെയാണ് ഇതെത്തുക? കാരണം ഇത് അങ്ങനെ ആയുസ്സില്ലാത്ത ഒന്നായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? കാരണം ഐഡന്റിഫിക്കേഷൻ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അങ്ങനെ ഒരാളെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു അധ്യാപകന് സംശയമുണ്ട്, ഇത് ഈ വിദ്യാർത്ഥി ഇന്നയാൾ തന്നെയൊന്ന്, എങ്കിൽ മുഖാവരണം പൊക്കാൻ പറയാം. അത് ഓക്കെ, പൊക്കി, അത് മനസ്സിലാക്കിയെങ്കിൽ പിന്നീട് ഇത് ഉപേക്ഷിക്കണം പൂർണ്ണമായും എന്ന് പറയാനുള്ള നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയം, മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രം, ശ്രീമതി റുക്സാന ബഷീർ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രത്തെ ഒരു പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ആ വിഷയം അത് മാനിക്കുന്നു. പിന്നെ ഇലക്ഷന്റെ സമയത്ത് ഇത് പൊക്കണം, കാരണം നിങ്ങൾ ഇന്നയാൾ തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സ്ത്രീ അത് പൊക്കി, നിക്കാബ് ഉയർത്തി തന്റെ മുഖം കാണിച്ചു എങ്കിൽ അതെ എന്ന് ഉറപ്പാക്കി അവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു. ഇത് ഇത്ര മാത്രമാണ്. ശ്രീമതി റുക്സാന ബഷീർ, ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണഘടന നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ്, അത് അനുവദിച്ചു തരണം എന്ന് തന്നെയാണ്. സാങ്കേതിക തകരാറ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ തിരികെ വരാം. എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, ഞാൻ തിരികെ വരാം. ശ്രീ ഹമീദ് ചേന്ദമംഗലൂർ, അങ്ങനെ ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. ഭക്ഷണത്തിലടക്കം ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ചെറിയ ഇടപെടൽ പോലും ആശങ്കയോടെ കാണാനാകൂ എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്, അല്ല എന്ന് പറയാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മറ്റു ചില താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു പലരുടെയും താല്പര്യങ്ങൾക്ക് തടസ്സമാകുന്നവർക്കെതിരെ ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നൊരാശങ്ക, അതാണോ ഈ വിലക്കിനെതിരെ നിൽക്കുന്നവരുടെ രാഷ്ട്രീയം? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഫാഷിസ്റ്റ് ഭരണം എന്നൊക്കെ പറയുന്നത് 2014 ശേഷം ഉണ്ടായതാണ്. മാത്രവുമല്ല, ഡോക്ടർ ഫസൽ ഗഫൂർ നയിക്കുന്ന MES ഒരു കാലത്തും ആ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ അത് നയിക്കുന്ന പാർട്ടിയോ അനുകൂലിച്ചു പോന്നിട്ടുമില്ല. അവരതിൻ്റെ വിമർശകരാണ്. അപ്പോൾ അവർക്ക് അത്തരം താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ശ്രീമതി റുക്സാന ഇപ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്ന നിലയിലാണല്ലോ സംസാരിച്ചത്. നമുക്ക് ചോദിച്ചുകൂടെ, ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ രാഷ്ട്രം അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണമല്ലാത്ത എന്തെങ്കിലും അനുവദിക്കപ്പെടുമോ? അവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം സ്ത്രീ താൻ ഈ പർദ്ദ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താൻ തലമറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, സാരി ഉടുക്കാം അല്ലെങ്കിൽ ചുരിദാർ ഇടാം, പക്ഷേ തലമറക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക ഭരണകൂടം അത് അനുവദിക്കുമോ? എന്തിന്? മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു മുസ്ലിം പുരുഷനോ മുസ്ലിം സ്ത്രീയോ ഇസ്ലാം മതം ഉപേക്ഷിച്ച് അവർക്ക് ഇസ്ലാം മതമല്ല നല്ലത്, ക്രിസ്തു മതമാണ് അല്ലെങ്കിൽ ജൂതമതമാണ് അല്ലെങ്കിൽ ബുദ്ധമതമാണ് നല്ലത് എന്ന് തോന്നി മാറിയാൽ എന്തായിരിക്കും സ്ഥിതി? കൊല്ലണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വയം അധികാരത്തിൽ വരുമ്പോൾ നൽകാൻ ഒരിക്കലും തങ്ങൾ സന്നദ്ധമല്ലാത്ത പൗരാവകാശങ്ങളെക്കുറിച്ച് സെക്യുലർ ഇന്ത്യയിൽ സംസാരിക്കുകയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന്. ഇതൊരു തരം ഇരട്ടത്താപ്പാണ്. പിന്നെ ഇവിടെ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യവുമില്ല. ഇവിടെ MESന്റെ സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികൾ മുഖം, കണ്ണ് മാത്രം കാണിക്കുന്ന മുഖാവരണമിട്ട് വരരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മതവിശ്വാസവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മതപരമായിട്ടുള്ള വ്യക്തിത്വത്തെ ഇത് ബാധിക്കുന്നില്ല. ഇനി ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ പറയുന്ന ഈ നിക്കാബായാലും ഹിജാബായാലും അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു 10-30 വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനെ വ്യാപകമാകാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പില്ല. 1960കളിലാണ് ഞാൻ ഫാറൂഖ് കോളേജിൽ പഠിച്ചത്. ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് മലബാറിലെ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ അക്കാലത്തും ഇക്കാലത്തും ധാരാളം മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഫാറൂഖ് കോളേജിൽ ഒരു മുസ്ലിം പെൺകുട്ടി പോലും പർദ്ദ ധരിച്ചിരുന്നില്ല. കാരണം പർദ്ദ ധരിക്കുന്ന ഏർപ്പാടാണെന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്,
1960കളിലും 70കളിലും അതിനു മുമ്പും നമ്മുടെ നാട്ടിൽ ജീവിച്ച മുസ്ലിം സ്ത്രീകളൊക്കെ ഇസ്ലാം വിരുദ്ധമായിട്ട് ജീവിച്ചവരാണോ? ഇസ്ലാമിൻ്റെ സ്വത്വം മാറ്റി നിർത്തി ജീവിച്ചവരാണോ? അല്ല. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിവാദങ്ങളാണ്. അതിനാണ് ശ്രീമതി റുക്സാന ബഷീർ അതിനുള്ള ഉത്തരങ്ങളാണ് വേണ്ടത്. ശ്രീമതി റുക്സാന ബഷീർ അതിനുള്ള ഉത്തരങ്ങളാണ് വേണ്ടത്. പർദ എന്ന വാക്ക് പോലും അറബിയല്ല, അത് ഉറുദുവാണ്. പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് വസ്ത്രധാരണം ചെയ്യൂ എന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്. ഇപ്പോൾ ഹമീദ് ചേന്ദമംഗലൂർ പറഞ്ഞതുപോലെ അത്രയും വർഷം പിറകിലേക്ക് പോയാൽ പോലും കഴിഞ്ഞ ദിവസം എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അറക്കൽ ബീവിക്കില്ലാത്ത നിഖാബ് എന്തിനാണ് മുസ്ലിം സ്ത്രീകൾക്കെന്ന്. 1921 ശേഷമുള്ള കാലഘട്ടത്തിലെ പടമാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിനൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നത്. തട്ടവും കാച്ചിത്തുണിയുമായിരുന്നില്ലേ മുസ്ലിം സ്ത്രീകൾക്ക് വർഷങ്ങളോളം എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. അത് തന്നെയാണ് ശ്രീ ഹമീദ് ചേന്ദമംഗലൂരും ചോദിക്കുന്നത്. എത്ര വർഷമായി? ഒരു കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതിരുന്ന ആ മത പരിപാലനം അല്ലെങ്കിൽ ആചാര സംരക്ഷണമാണോ നടപ്പാകുന്നത്? ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം പെണ്ണിൻ്റെ വസ്ത്രം ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് 60കളിൽ ഇങ്ങനെയായിരുന്നില്ലല്ലോ, 70കളിൽ ഇങ്ങനെയായിരുന്നില്ലല്ലോ, അതിനുശേഷമാണല്ലോ, ഇപ്പോഴാണല്ലോ എന്നൊക്കെയുള്ള ചർച്ചകൾ കേൾക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണവുമായി മാത്രം ബന്ധപ്പെട്ടാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കോ, കേരളത്തിൽ സാരി എപ്പോഴാണ് വന്നത്? സാരി ആരുടെ ട്രഡീഷനാണ്? സാരി കേരളത്തിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ജീൻസ് പാൻറ്റും ടോപ്പും എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്? ഇങ്ങനെ പിന്നെ റൗക്ക ധരിച്ചിരുന്ന, കാച്ചിത്തുണി ധരിച്ചിരുന്ന, മേൽമുണ്ടിടാതിരുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഷർട്ടിടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? അത് തന്നെയാണ് ശ്രീമതി റുക്സാന ബഷീർ ആ ചോദ്യത്തിന് ഉത്തരം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ അതേ ചോദ്യം തന്നെയാണ് താങ്കൾ ചോദിച്ചു വരുന്നതും. ഇത് കേരളത്തിലെ ആണിന്റെയും പെണ്ണിന്റെയും വേഷമായിരുന്ന ഒറ്റമുണ്ടിനോട് ചേർത്ത് നിൽക്കുന്നതായിരുന്നു കാച്ചിത്തുണിയും തട്ടവും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ വരുന്നു, അത് പാന്റിലേക്ക് മാറുന്നു. കേരളത്തിലെ മുസ്ലിം പുരുഷന്മാരടക്കം എല്ലാ മതത്തിലെയും പുരുഷന്മാരുടെ വസ്ത്രങ്ങളിൽ വ്യത്യാസമുണ്ടായി. കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള മാറ്റം സ്ത്രീക്ക് വേണ്ട എന്നാണോ പറയുന്നത് എന്നാണ് ചോദിക്കുക. കാലത്തിനും ദേശത്തിനും അനുസരിച്ചുള്ള മാറ്റം എന്നതിനപ്പുറത്ത് നവോത്ഥാന സംഘടനകൾ കേരളത്തിലേക്ക് വന്നതിന് ശേഷം നവോത്ഥാനപരമായി വ്യത്യസ്ത വിഷയത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, ഹദീസുകൾ ധാരാളമായി പഠിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, അഥവാ വിശ്വാസ കാര്യങ്ങളിൽ കുറച്ചുകൂടി പഠനത്തിന് വിധേയമാകുമ്പോഴാണ് സ്വാഭാവികമായും വിശ്വാസം ഉള്ളിലേറ്റിയ ഒരു ജനതയ്ക്ക് മാറ്റം സംഭവിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ അനുഷ്ഠാനങ്ങളിൽ അതുണ്ടാകും, അവരുടെ ആരാധനാ കാര്യങ്ങളിൽ അതുണ്ടാകും, അവരുടെ വസ്ത്രധാരണ രീതിയിൽ അതുണ്ടാകും. കാരണം ഇപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അന്ന് അത് ധരിച്ചിരുന്നില്ലല്ലോ, ഇന്ന് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം നവോത്ഥാന സംഘടനകൾ അവരുടെ പഠനം, അവരുടെ ഖുർആൻ പാരായണം, അതിലുള്ള നിങ്ങളൊന്ന് ഓർത്തുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ, പെണ്ണ് പഠിക്കേണ്ടതല്ല എന്നതിനിപ്പുറത്തേക്ക് പെണ്ണ് പഠിക്കണം, പെണ്ണ് ഖുർആൻ പഠിക്കേണ്ടതില്ല എന്നതിനിപ്പുറത്തേക്ക് പെണ്ണ് ഖുർആൻ പഠിക്കണം, മലയാളം പരിഭാഷപ്പെടുത്തേണ്ടതില്ല എന്നതിനപ്പുറത്തേക്ക് ഖുർആൻ മലയാള പരിഭാഷ നടത്തണം, അത് പെണ്ണും പഠിക്കണം എന്ന് തുടങ്ങി പഠനത്തിനും ചർച്ചക്കും വിശുദ്ധ ഖുർആനിലേക്ക്, അതാണല്ലോ അടിസ്ഥാനം. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അഥവാ സുന്നത്തിന്റെയും ഖുർആനിന്റെയും ചർച്ചകളും ഡിബേറ്റുകളും അതിന്റെ പഠനങ്ങളും നടന്നപ്പോൾ ഒരു സമുദായത്തിന്റെ വസ്ത്രത്തിലും ആരാധനാ കർമ്മങ്ങളിലും രാഷ്ട്രീയ നിലപാടുകളിലടക്കം മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അന്നില്ലല്ലോ, ഇന്നെന്തേ എന്ന ചോദ്യത്തിന് വെറും വസ്ത്രധാരണം, പെണ്ണിന്റെ വസ്ത്രധാരണം എന്നത് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തിലേക്ക് ഇതിനെ വീണ്ടും വീണ്ടും ചേർത്ത് വെക്കുന്നത്, ഇത് കടന്നുകൂടിയ ഒന്നാണ് എന്ന് പറയുന്നതിനോട് തീർച്ചയായും യോജിക്കുവാൻ പറ്റുകയില്ല. ശ്രീ ഹമീദ് ചേന്ദമംഗലൂർ, നേരത്തെ ഒരു അതിവാദം എന്നൊരു പോയിന്റ് ആണ് താങ്കൾ പറഞ്ഞു വന്നത്. ഒരു പക്ഷേ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെ മറികടന്നുകൊണ്ട് ചെയ്യുന്നതാണോ? ആ പോയിന്റിലേക്ക് കുറച്ചും കൂടെ വിശദീകരിച്ച് പോകണം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. സ്ത്രീ വിരുദ്ധമായ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, അത് ഏത് മതഗ്രന്ഥത്തിലുമാകട്ടെ, അതിലൊന്നുമില്ലാത്ത ചില വ്യാഖ്യാനങ്ങൾ മതഗ്രന്ഥങ്ങളോട് ചേർത്ത് വെക്കുക, പിന്നീട് അതിനെ മതപൗരോഹിത്യർ ആധികാരികതയുടെ ഒരു യുക്തിയിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഒരു അറബ് പോളിഷിങ്ങിലൂടെ, ഒരു പ്യൂരിറ്റൻ ഇസ്ലാമിക് ധാരയിലൂടെ അത് കയറ്റുമതി ചെയ്യപ്പെടുക, അങ്ങനെ ഒരു കാൽനൂറ്റാണ്ടിടെ കറുത്ത നീളൻ വേഷവും ഇപ്പോഴിതാ നിഖാബും എല്ലാം വന്നുകൊണ്ടിരിക്കുക. അത് ആ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന വഴി കണ്ണടച്ച് ഇല്ലാതാക്കിക്കൊണ്ട് പറയുന്നത് കൂടിയാണോ? എന്തായിരുന്നു ആ പറഞ്ഞ ആദിവാദം?
ശ്രീമതി റുക്സാന പറഞ്ഞു ഇവിടെ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് ചർച്ചകളൊക്കെ നടക്കുക. മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നിക്കാബ് ധരിക്കുമ്പോൾ അത് വലിയ ചർച്ചയാവുന്നു. അതിനു മുമ്പ് മറ്റ് പല സമുദായങ്ങളിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, അതൊന്നും ചർച്ചയാവുന്നില്ല എന്ന് പറഞ്ഞു. മറ്റ് സമുദായങ്ങളിൽ ഹിന്ദു സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ ഒക്കെ വസ്ത്രധാരണത്തെ എതിർക്കുന്ന രൂപത്തിൽ ഒരു മതസംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. മുന്നോട്ട് വന്നു ശബരിമല വിഷയത്തിൽ ചില ഹിന്ദു സംഘടനകൾ, ഹിന്ദു മതസംഘടനകളും ചില ഹിന്ദു രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നു. ശബരിമലയിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് പ്രവേശനം നൽകണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് മതവിരുദ്ധമാണ്, ഒരളവിലും ഒരു ഘട്ടത്തിലും അത് അനുവദിക്കുകയില്ല എന്ന് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചില മതപ്രസ്ഥാനങ്ങളും ഹിന്ദുക്കൾക്കിടയിലെ മതപ്രസ്ഥാനങ്ങളും അങ്ങനെ പറഞ്ഞു. അതിനെയും വിമർശിച്ചു നമ്മുടെ നാട്ടിലെ മതേതരവാദികളും പുരോഗമനവാദികളും. പിന്നെ ശ്രീമതി റുക്സാന പറയുന്നത് പോലെ ഈ നവോത്ഥാന പ്രസ്ഥാനം എന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന വിശേഷണത്തിന് അർഹതപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. നവോത്ഥാനം എന്നല്ല, ജമാഅത്തെ ഇസ്ലാമി എന്നത് പുനരുത്ഥാന സംഘടനയാണ്, റിവൈവലിസ്റ്റാണ്. റിനൈസൻസും റിവൈവലിസവും രണ്ടാണ്. റിവൈവലിസ്റ്റ് സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു റിനൈസൻസ് സംഘടനയായിട്ട് ചിത്രീകരിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോ അതിൻ്റെ പോഷക സംഘടനകളോ ഒരു കാലത്തും നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്നവരല്ല. അവർക്ക് വേണ്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ 1.5 സഹസ്രാബ്ദം പിന്നിലേക്ക് പോയിട്ട് അന്ന് നടപ്പുണ്ടായിരുന്ന രൂപത്തിൽ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മറ്റ് ആധുനിക സങ്കല്പങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം എന്ന് സിദ്ധാന്തിക്കുകയും അതിനുവേണ്ടി മതപ്രബോധനം നടത്തുകയും അതിനുവേണ്ടി മതഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തെ ഒരിക്കലും നമുക്ക് നവോത്ഥാന പ്രസ്ഥാനം എന്ന് വിളിക്കാൻ പറ്റില്ല. അത് റിവൈവലിസ്റ്റാണ്, പുനരുത്ഥാന പ്രസ്ഥാനമാണ്. തീർച്ചയായും ഹമീദ് ചേന്നമുള്ളവർ മറ്റ് മത സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് കർശന നിയന്ത്രണങ്ങൾ വെക്കുന്നത് മറ്റ് മത ഇതിലുമുണ്ട്. നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കണം. ആ രീതിയിലുള്ള ചർച്ചകൾ പലതവണ നടക്കുകയും ചെയ്തതാണ്. ചോദ്യം, നിഖാബ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ആ വിഷയത്തിൽ സ്വയം ഒരു തെരഞ്ഞെടുപ്പിന് അവസരം ഉണ്ടാകുന്നുണ്ടോ, അതോ അടിച്ചേൽപ്പിക്കൽ മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി വരുന്നുണ്ട്. ശ്രീ കടവനാട് മുഹമ്മദ്, MBSന്റെ നിലപാട് എന്ന് പറയുന്നത് പക്ഷേ നിഖാബുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണോ, അതോ MBSന്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതൊരു ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് അതൊരു ഒരു ഒരു പൂർണ്ണമായും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ അത്ര ആ ഒരു ചുരുങ്ങിയ ലെവലിൽ നിൽക്കുകയാണ്, അങ്ങനെയല്ലേ? അല്ല, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് ശ്രീമതി റുക്സാനയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എനിക്ക് ഉത്തരം തന്നേ തീരുള്ളൂ. തീർച്ചയായും. അവർ പരിശുദ്ധ ഹജ്ജ് കർമ്മമോ അല്ലെങ്കിൽ ഉംറയോ നിർവഹിച്ചിട്ടുള്ള ഒരാളായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവർ മക്കത്ത് കഅബ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നമസ്കരിക്കുന്ന സമയത്ത് അവർ നിക്കാബ് ധരിച്ചിരുന്നോ അതോ നിക്കാബ് ധരിച്ചിട്ടില്ലയോ, അതിന് അവരെനിക്ക് ഉത്തരം തരേണ്ടതുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം, ഈ കഅബ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് നിക്കാബ് ധരിക്കാൻ പാടില്ല എന്നല്ല, മുഖം മൂടാൻ പാടില്ല എന്ന് കർശനമായ നിയമമുണ്ട്. അതുപോലെ തന്നെ ലക്ഷോപലക്ഷം ആളുകളുടെ കൂടെയാണ് ഈ പ്രദക്ഷിണം നടക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലമില്ല, പുരുഷന്മാർക്ക് പ്രത്യേക സ്ഥലമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിക്കാബ് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മുഖം മൂടാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ അവരിങ്ങനെ വാദിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. തീർച്ചയായും. സാധാരണഗതിയിൽ ഞാൻ തിരികെ വരാം. ശ്രീ കടവനാട് മുഹമ്മദ് അവർ അതിന് ഉത്തരം പറയട്ടെ. ശ്രീമതി റുക്സാന ബഷീർ, ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഇരിക്കുന്ന ആശയം തന്നെ നേരത്തെ ശ്രീ ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞതുപോലെ ഒരു മതം അത് അനുശാസിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ഖുറാനിന്റെ അധ്യായം 33 വാക്യം 53 എടുത്ത് അദ്ദേഹം പറഞ്ഞു, ഹിജാബിന്റെ സൂക്തം. അതിനും വ്യക്തമായൊരു മറുപടി ഉണ്ടായില്ല ശ്രീമതി റുക്സാന ബഷീർ. 2 ചോദ്യത്തിനുമുള്ള മറുപടി. ഹജ്ജും ഉംറയും ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം മുഖം മറക്കാൻ പാടില്ല. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, മുഖം മറക്കരുത്. മറിച്ച്
മുഖം മറക്കുന്നത് നിഖാബുമായി ബന്ധപ്പെട്ട് അപ്പുറത്തെ ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത് നിഖാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഈ നിഖാബ് ധരിക്കണമെന്ന് ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തെ അത് ബോധ്യമായി കണ്ട് ഒരു മുസ്ലിം സ്ത്രീ സ്വീകരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മുഖം മറക്കാൻ പാടില്ല, മുഖം മറക്കാറുമില്ല. ഇപ്പുറത്ത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ മുഖം മറക്കണം എന്ന് പറയുന്ന ഒരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ അഭിപ്രായത്തെ ബോധ്യമായി കണ്ട് സ്വീകരിക്കുന്നു. ഞാൻ മുഖം മറക്കുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ മതം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അതല്ല അവര് അങ്ങനെ മതം അങ്ങനെ അനുശാസിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പിന്നെ ഈ ഒരു നിയമം വന്നു മുഖം മറക്കാൻ പാടില്ല എന്ന്? എന്താണ് അവിടെ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം ആളുകളാണ്, 25 ലക്ഷത്തോളം ആളുകളാണ് ഹജ്ജ് വേളയിൽ അവിടെ എത്തുന്നത്. ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയം പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ ലഘൂകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിൽ ട്രഡീഷൻ ആയിട്ടും മതവിശ്വാസപ്രകാരമായിട്ടും ആളുകളാണെങ്കിലും മുഖം മറക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു നിയമം എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്നതിന് രീതിയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ 2 കണ്ണ് മാത്രം, അതും കണ്ണ് പൂർണ്ണമായിട്ടില്ല, ആ കണ്ണ് മാത്രം പിന്നെ പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഒട്ടാകെ കംപ്ലീറ്റ് ആയിട്ട് മൂടിക്കെട്ടിയിട്ടുള്ള വസ്ത്രധാരണവുമായിട്ട് MESന്റെ സ്ഥാപനങ്ങളിൽ കുട്ടികൾ വരാൻ പാടില്ല. ഇത്രേ MES പറഞ്ഞിട്ടുള്ളൂ. ശ്രീമതി ഞാൻ തിരികെ വരാം. പറഞ്ഞതുപോലെ അല്ല, ഞാൻ തിരികെ വരാം. ശ്രീമതി റസീന, 2 വിഷയമാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. നിഖാബ് എന്നൊരു വിഷയം വരുമ്പോൾ ഇതിനകത്ത് ശ്രീമതി റുക്സാന ബഷീർ പറയുന്നത് പോലെയാണോ? അതിൽ ഒരു സ്വയം തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് വരുന്നുണ്ടോ, അതോ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണോ ഈ വിഷയത്തിനകത്ത് എന്നുള്ളത്? പിന്നെ നേരത്തെ ശ്രീ ഹമീദ് ചെന്നങ്ങൾ പറഞ്ഞ പോലെ ഒരു അതിവാദം ഇതിനകത്ത് സംഭവിക്കുന്നു. സുപ്രീം കോടതി പറയുന്നു 2010 ആവൃത മുഖവുമായി നിങ്ങൾക്കാർക്കും വോട്ട് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. പരീക്ഷാ വേളകളിൽ ഇതുപോലെ വരുമ്പോൾ അത് ചില മാൽ പ്രാക്ടീസുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതും പക്ഷേ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോയി ആ രീതിയിലാണ് ചർച്ചകൾ നടക്കുകയും ചെയ്ത്. സുരക്ഷാ പ്രശ്നമുള്ള സമയങ്ങളിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത് ഒരു പക്ഷേ ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ള ഒരു വാദമുണ്ട്. അത് മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല എന്ന് പറയുന്നത് അത് മതനിഷേധമാകുന്നു. നോക്കൂ, ഇപ്പോൾ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് വസ്ത്രധാരണമായാലും ഭക്ഷണമായാലും അതിൻ്റെ തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന്മേലുമുള്ള രാഷ്ട്രീയമോ മറ്റ് ഭരണകൂടത്തിൻ്റെയോ കടന്നുകയറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചയുടെ ആ തീവ്രതയിലേക്കാണ് നിക്കാബിനെയും സത്യത്തിൽ ഇവിടെ ചേർത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിക്കാബ് എന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സെക്യൂരിറ്റി കൺസേൺ ധാരാളം ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഹിജാബ് എന്ന വസ്ത്രത്തെ കാണുന്ന അത്ര ലളിതമായിട്ടല്ല നിക്കാബ് അഥവാ മുഖാവരണം എന്ന വസ്ത്രത്തെ കാണേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൻ്റെ മതപരമായ വശങ്ങളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും അതിൻ്റെ മേലുള്ള ഡിബേറ്റുകളും ധാരാളം ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഹിജാബ് എന്ന വസ്ത്രത്തെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന അത്ര ലാഘവത്തോടെയല്ല നിക്കാബ് പോലെ മുഖാവരണം എന്ന വസ്ത്രം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അതിൽ തീർച്ചയായിട്ടും ഒരു സെക്യൂരിറ്റി കൺസേൺ ഉള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഒരു കൂട്ടം പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവതികൾ ഒരു ബസ്സിലേക്കോ മറ്റോ മുഖം മറച്ച് കടന്നു വരുമ്പോൾ അവരുടെ നേർക്ക് ഉണ്ടാകുന്ന ഒരു അപരിചിതത്വം ഉണ്ട്, ആളുകൾക്ക് ഒരു ഭയമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭയപ്പെടുത്തലിൻ്റെയോ അങ്ങനെ ഒരു അരികവൽക്കരണത്തിൻ്റെയോ ഒന്നും ആവശ്യം സത്യത്തിൽ അത്തരം ഒരു തീവ്ര മതമൗലികവാദം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപകടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിൽ അവർ എങ്ങനെയൊക്കെ സമൂഹത്തിൽ പോസിറ്റീവായിട്ട് ഇടപെടാൻ കഴിയും എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് മുഖം മറയ്ക്കുക എന്ന അവരുടെ ഐഡന്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന ഒരു വിഷയം അത് മതത്തിനുമായിട്ട് ചേർത്ത് കെട്ടി നിർബന്ധമാണ് എന്ന ഒരു വാദത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നതല്ലോ. അതിലൊരു തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്? അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളത് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം അതിലില്ല, ചോയ്സ് ഇല്ല. യു ഹാവ് ടു ഫോളോ ദാറ്റ്. അങ്ങനെ വരുന്ന സമയത്ത്
അതിന്മേലുള്ള മതപരമായ ചർച്ചകൾ ഒരു വശത്ത് ധാരാളം നടക്കുന്നുണ്ട്. അതിൻ്റെ മേലുള്ള ഈ ഹദീസുകൾ ദുർബലമാണെന്നും അതിൻ്റെ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമാണെന്നും ഖുർആനിൽ തന്നെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ ഏറെ പുരുഷനെ കുറിച്ചാണ് പറയുന്നത് എന്നടക്കമുള്ള ധാരാളം വാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരം എക്സ്ട്രീം ചിന്തകളിലേക്ക് ഒരു വിശ്വാസിയുടെ ഈ മുഖാവരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അത്തരം എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു സമൂഹം, ഒരു ബഹുസ്വര സമൂഹം എന്നുള്ള നിലയിൽ ആശാവഹമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. MESന്റെ നിലപാട് ഇക്കാര്യത്തിൽ മുഖാവരണത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ശിരോവസ്ത്രം അണിയണ്ട എന്നോ ഒരാളുടെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടല്ല അത്. മറിച്ച് ഒരു സെക്യൂരിറ്റി കൺസേൺ ഉള്ള, തീർച്ചയായിട്ടും നിക്കാബ് പോലെയുള്ള ഒരു മുഖാവരണം ഒരാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ അയാളെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധം മറയ്ക്കുന്ന ഒരു സംവിധാനമായിരിക്കെ അത് അവരുടെ സ്ഥാപനങ്ങളിൽ അതിലുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ അതിലുള്ളൂ. അതിനെ ആ രീതിയിൽ കാണുക എന്നത് തന്നെയും അതിനെ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും നല്ലത്. അല്ലാതെ ഈ ഒരു ഹിജാബ് അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങളിന്മേലുള്ള കടന്നുകയറ്റം, ഫാസിസ്റ്റ് കടന്നുകയറ്റം എന്നൊക്കെയുള്ള അത്തരം ഒരു ചിന്തയിലല്ല നിക്കാബിനെ കാണേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ മേൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു തീവ്ര മതചിന്ത ഇസ്ലാം അനുശാസിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം സാമൂഹികമായ ഇടപെടലുകളിൽ സ്ത്രീക്കും പുരുഷനും ഏറെ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതിൽ വെറുതെ ആചാരങ്ങളിൽ മാത്രമല്ല, പരസ്പരം ഇടപെടലുകളിൽ, ഇപ്പം പുഞ്ചിരിക്കുന്നതിൽ പോലും നന്മയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മുഖം മറച്ച ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പുഞ്ചിരിയിലൂടെ നന്മ നേടാനാവുക? ഒരു കുട്ടി അയാളുടെ അമ്മയെ എങ്ങനെയാണ്, മുഖം മറച്ച ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ഒരു കുട്ടിക്ക് പോലും അവരുടെ അമ്മയെ തിരിച്ചറിയാൻ കഴിയുമോ? ഒരു അപകടത്തിൽപ്പെട്ടാൽ അയാളെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് തുടങ്ങിയിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ മുഖാവരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അത് തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള തീർച്ചയായും ശ്രീ റുക്സാന ഷംസീർ, ചില അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളിന്മേലുള്ള കൈകടത്തലാണ് ഭയപ്പെടുന്നത്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ആ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നേരത്തെ ശ്രീമതി റസീന പറഞ്ഞതുപോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ ഒരു സുരക്ഷാ കൺസേൺ വരുമ്പോൾ ഇപ്പുറത്ത് നിന്ന് അതല്ലാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായം പറയുകയും അതൊരു കടന്നുകയറ്റമാണ് എന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കൂടെ നിൽക്കേണ്ട ആ ബഹുസ്വര സമൂഹം പോലും ഒരു പക്ഷേ ബാക്കൗട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ലേ? അത്തരം ചില കാര്യങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയാകില്ലേ ഇങ്ങനെ ഒരു തീവ്ര ചിന്താഗതി എന്നാണ് ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ റസീന മാഡം പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു അതറായിട്ട് മാറ്റി നിർത്തിയേക്കാം. ബഹുസ്വര സമൂഹത്തിൽ അവരെ വേറെ മട്ടിൽ കണ്ടേക്കാം. നിക്കാബിട്ട് വരുന്ന ആളുകളെ വേറെ രൂപത്തിൽ അവർ നോക്കിയേക്കാം, ഒരു ഭയപ്പാടോടെ കണ്ടേക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്കുക, കേരളത്തിലെ 36 സ്ഥാപനങ്ങളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന ന്യായം യൂണിഫോമിറ്റിക്ക് വിരുദ്ധമാണിത്. അതറായി ഞങ്ങൾ മതവിശ്വാസികൾ എന്ന മട്ടിൽ ഒരു യൂണിഫോമിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്ന കൂട്ടരാണ് ഇവർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹിജാബിനെ എതിരെ പറയുന്നതെന്നാണ്. അപ്പോൾ അതർ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് അതിന്റെ വിശ്വാസം, അതിന്റെ ആചാരം എന്നത് വസ്ത്രത്തിലും ഭക്ഷണത്തിലും അടക്കം പ്രകടമാക്കുന്ന ഒരു സമൂഹമാണ്. ഇങ്ങനെയുള്ള സമൂഹത്തെ നമുക്ക് മറ്റു പലരെയും നമുക്ക് കാണാൻ സാധിക്കും. സിഖ് മതവിശ്വാസികളാണെങ്കിലും ക്രിസ്ത്യൻ മതവിശ്വാസികളാണെങ്കിലും. ഞാൻ പറഞ്ഞു വന്ന 2 പോയിന്റ് ഇവിടെ റെസ്പെക്ട് ചെയ്യണം. കാരണം ഡിബേറ്റബിൾ ആയ ഒരു വിഷയത്തെ അത് പാടില്ല എന്ന് പറയുവാനുള്ള അധികാരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനില്ല. കാരണം നിക്കാബുമായി ബന്ധപ്പെട്ടാണ് MES ഈ വിഷയം പറയുന്നതെങ്കിൽ 36ഓളം സ്ഥാപനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പർദ്ദയുമായി ബന്ധപ്പെട്ടും ഹിജാബുമായി ബന്ധപ്പെട്ടാണ്. MESന് ഈ വിഷയമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയം വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് ഡിബേറ്റബിൾ ആണ്, അവരെ ബോധവൽക്കരിക്കാം. അല്ലാതെ ഒരു നിയമം മൂലം അതിനെ കർശനമായി പാടില്ല എന്ന് പറയുന്നതിനെ പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചു, അതർ എന്ന് പറഞ്ഞു മാറ്റി നിർത്തുന്ന നിക്കാബിന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ, പേര് പോലും എങ്ങനെയാണ് ഷാറൂഖ് ഖാന്റെയും അമീർ ഖാന്റെയും, അല്ലെ, നമ്മൾ അറിയുന്ന പ്രമുഖരായ വ്യക്തികളെ
അവരുടെ പേര് കൊണ്ട്, അവരുടെ ഐഡന്റിഫിക്കേഷൻ കൊണ്ടുകൊണ്ട്, അവരുടെ പേരിൽ തന്നെ ഒരു ടെററിസം വായിക്കുന്ന ഒരു സമൂഹത്തിൽ അതറായി മാറ്റപ്പെടുന്നു എന്നത് ഏത് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ വായിക്കുക? അപ്പോഴേ മതം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിൽ ഇതിനെ വായിക്കുക എന്നതിനപ്പുറത്തേക്ക്, നേരത്തെ ഹമീദ് സാർ സൂചിപ്പിച്ചല്ലോ, ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം അത് ഒരാൾക്ക് മാത്രമാണെന്നുള്ളത്. 60കളിൽ ഇതില്ലല്ലോ, 70കളിൽ ഇതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖപടങ്ങൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് പറയുന്ന ഖുർആൻ ആയത്ത് അത് 60കളിൽ ഇല്ലതല്ലോ, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. നിങ്ങൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കുക എന്ന പ്രവാചക വചനം അത് 60കളിലല്ല, അതിനു മുമ്പേ ഉള്ളതാണ്. അപ്പോൾ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, ഇത് രാഷ്ട്രീയപരമായി അബദ്ധമാണ്, ഇത് പുനഃപരിശോധിക്കണം. രണ്ടാമത്, ഇത് വിശ്വാസപരമായ കാര്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അത് ബോധവൽക്കരിക്കാം, മറിച്ച് നിർബന്ധമില്ല എന്നതുകൊണ്ട് തന്നെ ഇത് ബോധവൽക്കരിക്കാം. അല്ലാതെ ഇത് ഒരാളുടെ വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു പൊതുബോധമുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ മതങ്ങൾക്കുമില്ലേ ചില മതപരമായ ചിഹ്നങ്ങൾ എല്ലാ സമയത്തും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ചില മതേതരമായ ഒരു സാഹചര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു പരീക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യാൻ പോകുകയാണെങ്കിൽ, ഒരു തിരിച്ചറിയൽ രേഖയുണ്ടാക്കുകയാണ്, അങ്ങനെ ചില സാഹചര്യങ്ങളിലേക്ക് കൂടുതലായി, ഒരു പക്ഷെ പഴയ കാലത്തേക്കാൾ കൂടുതലായി ജനങ്ങൾ കടന്നു വരുന്ന അങ്ങനെ ഒരു സമൂഹം ഇടപഴകുന്ന ഒരു സാഹചര്യമില്ലേ? അപ്പോൾ ചില സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ശ്രീലങ്കയിൽ ഇത് നിരോധിക്കുന്നത് ഒരു കടുത്ത ഒരു സുരക്ഷാ കൺസേൺ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പരിധി കടക്കുന്നതായി കുറ്റപ്പെടുത്തില്ലേ മറുവിഭാഗങ്ങൾ? ഞാൻ സൂചിപ്പിക്കുന്ന ബഹുസ്വര സമൂഹം നിക്കാബിന് പുറംതിരിഞ്ഞു നിൽക്കും എന്ന് നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ പറയാൻ സാധിക്കും? AR റഹ്മാന്റെ മകൾ ഖദീജ പബ്ലിക്കിൽ സ്റ്റേജിൽ ഉപ്പയുടെ കൂടെ അച്ഛന്റെ കൂടെ വന്ന് പ്രസംഗിക്കുന്ന നമ്മൾ മുഖാവരണം ധരിക്കേണ്ടവർ ധരിക്കുക, എവിടെ ധരിക്കും എന്നുള്ളതാണല്ലോ വിഷയം. എവിടെ ധരിക്കണം എന്നുള്ളതാണല്ലോ വിഷയം. നിങ്ങൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന എവിടെ ധരിക്കാം? ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഒരു സുരക്ഷാ കർശന ക്രമീകരണങ്ങളുള്ള ഒരു സ്ഥലത്ത് എവിടെയൊക്കെ ധരിക്കാം എന്നുള്ളതാണ് വിഷയം. എവിടെയും ധരിക്കരുത് എന്നതിനപ്പുറത്തേക്ക് എവിടെയെല്ലാം ധരിക്കാം, ചില പ്രോട്ടോകോൾസ് പാലിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. അത് ഏത് മതമാണെങ്കിലും ഏത് മതത്തിന്റെ ചിഹ്നമാണെങ്കിലും തീർച്ചയായും ആ വിഷയത്തിലുള്ള കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞു. ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട്, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഒരു നിയമമുണ്ടെന്ന് കരുതുക. ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് നിഖാബ് ഉയർത്തണമെന്ന് പറഞ്ഞ് അത് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു തരുവാൻ സാധ്യമല്ല. കാരണം അതൊരു സെക്യൂരിറ്റിയുടെ വിഷയമാണ്. ഒരു അധ്യാപകന് ഈ കുട്ടി തന്നെയാണോ എന്നുള്ള സംശയത്തിന്റെ പേരിൽ ഉയർത്താൻ പറയാം, പക്ഷെ ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് പറയാനുള്ള അവകാശമില്ല. ഇവിടെയാണ് പ്രശ്നം. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഭരണഘടന കൃത്യമായിട്ട് ഒരു റൂൾ വെക്കുകയാണെങ്കിൽ നിഖാബുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള റൂളിനെ നമ്മൾ മാനിക്കണം. ശ്രീമതി റുക്സാന ബഷീർ ഉറച്ചു നിൽക്കുന്നു. ഇറാനിൽ ശിരാവസ്ത്രമണിയാത്തത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെതിരെയും പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യമെല്ലാം ഉയർന്നു വന്നിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഓരോ നിലപാടുകൾ അങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചിന്താഗതിയിലോട്ട് നിൽക്കുമ്പോൾ ആ വടി കൃത്യമായി കൊടുക്കുന്നത് ആരുടെ കയ്യിലായിരിക്കും? ഇപ്പോൾ ശ്രീമതി റുക്സാന 36 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. ഈ 36 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ നിക്കാബ് ധരിക്കണം, അത് അവരുടെ വ്യക്തിപരമായ ചോയ്സാണ്, അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വാദം ശ്രീമതി റുക്സാന ഉയർത്തുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പറയുന്ന 36 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ. അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒന്നുകിൽ പെൺകുട്ടികളാണെങ്കിൽ പർദ്ദ ധരിച്ചു വരണം എന്ന ഡ്രസ് കോഡ് ഉണ്ട്. ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടി താൻ പർദ്ദ ധരിച്ച് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനയുടെ ശ്രീമതി റുക്സാനയുടെ GIOയുടെ നിലപാടെന്തായിരിക്കും? അപ്പോൾ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നത് ഈ മുസ്ലിം ഐഡൻറ്റിറ്റിയെ സ്ത്രീയുടെ വസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ചുരുക്കുകയാണ്.
ഒരു റിഡക്ഷനിസമാണ് സംഭവിക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തിത്വം നിലകൊള്ളുന്നത്, സ്വത്വം നിലകൊള്ളുന്നത്, ഐഡൻറ്റിറ്റി നിലകൊള്ളുന്നത് വസ്ത്രധാരണത്തിലാണ് എന്ന മിഥ്യാധാരണയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഈ മിഥ്യാധാരണ സൃഷ്ടിച്ചതാകട്ടെ പുരുഷന്മാരായ മതവ്യാഖ്യാതാക്കളാണ് താനും. ഈ പുരുഷന്മാരായ മതവ്യാഖ്യാതാക്കൾ നൽകിയ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പുരുഷാധിപത്യപരമായ മൂല്യങ്ങളുടെ പുനരുൽപാദകരായി മാറുകയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ. ഇതുപോലെ തീർച്ചയായും ശ്രീ ഹമീദ് നമ്മളൊരു സമയപരിമിതി കൊണ്ട് ഇടപെടണം. അത് ഏത് മതമായാലും, ഇസ്ലാം ആയാലും, ഹിന്ദു ആയാലും, ക്രിസ്ത്യാനി ആയാലും, മതഗ്രന്ഥമോ ദൈവവചനമോ അല്ല, പൗരോഹിത്യം സ്ഥാപിക്കുന്നതാണ്, സ്ത്രീയുടെ ശരീരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ മതത്തിലെയും പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നവർ തന്നെയാണ്. മുഖാവരണം നിലയ്ക്ക് MES-നെ അനുകൂലിക്കുന്ന ഒരു ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. 61% പ്രേക്ഷകരാണ് MES-നെ അനുകൂലിക്കുന്നത്, 39% പ്രേക്ഷകർ വിയോജിപ്പും രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത ഞങ്ങളുടെ അതിഥികൾ ഹമീദ് ചെന്നമംഗലൂർ, റുക്സാന ഷംസി, റസീന MA, അതോടൊപ്പം തന്നെ ശ്രീ കടവനാട് മുഹമ്മദ്. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്. നമസ്കാരം.